ആധുനിക ലോകത്തിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയുള്ള സുവിശേഷവൽക്കരണം ഏറെ പ്രസക്തമാകുകയാണ്. തനിക്ക് ദൈവം നൽകിയ കഴിവ് സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു കൗമാരക്കാരിയെ പരിചയപ്പെടാം. പേര് ഹന്ന ട്രീസ റെനി. ഇത്തിത്താനം സെന്റ് മേരീസ് ഇടവകാംഗമായ ഹന്ന യേശുവിനെക്കുറിച്ചും പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുമെല്ലാം 1000-ഓളം കവിതകളാണ് ഇതിനോടകം എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 50 കവിതകൾ അടങ്ങുന്ന ഒരു പുസ്തകം സീക്രഡ് എക്കോസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 1000 കവിതകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 50 കവിതകൾ അടങ്ങുന്ന ഒരു ചെറു പുസ്തകമാണ് എൻ്റെ ആദ്യ പുസ്തകം സീക്രഡ് എക്കോസ്. ഓരോ കവിതയ്ക്ക് പിന്നിലും ഓരോ അനുഭവങ്ങളുണ്ട്. അത് വേദനയുടെയും പ്രാർത്ഥനയുടെയും അനുഭവങ്ങളായിരിക്കാം. ചിലപ്പോൾ അത് വീട്ടിൽ നടത്തിയ ഒരു സംഭാഷണമായിരിക്കാം, അല്ലെ കൂട്ടുകാരുമായിട്ട് നടന്നപ്പോൾ കിട്ടിയ എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ അനുഭവങ്ങളായിരിക്കാം. എന്നിരുന്നാലും ഇതൊരു ദിവസം കൊണ്ട് എഴുതി തീർക്കുന്ന കവിതകളല്ല, മറിച്ച് ഒത്തിരി ദിവസങ്ങളുടെ പ്രയത്നവും പ്രാർത്ഥനയും ഒക്കെ കൂടിച്ചേർന്നാണ് കവിതകൾ ജനിക്കുന്നത്. ഞാൻ ശരിക്കും കവിതകൾ എഴുതാനായിട്ട് തുടങ്ങുന്നത് ലോക്ക്ഡൗൺ സമയത്താണ്. ഇന്ന് 4 വർഷം എത്തി നിൽക്കുമ്പോഴത്തേനും 1000-ലധികം ഇംഗ്ലീഷ് കവിതകൾ എഴുതാനായിട്ട് സാധിച്ചു. അത് ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ഈ കഴിഞ്ഞ ജൂൺ 30-ന് ഇത്തിത്താനം സെയിൻറ്റ് മേരീസ് ഇടവകയുടെ മീഡിയ റൂമിൽ വെച്ചിട്ട് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് പുല്ലുകാട്ട് ഡോക്ടർ റൂബിൾ രാജ് സാറിന് കൈമാറിയാണ് എൻ്റെ പുസ്തക പ്രകാശനം നടത്തിയത്. ലിബറി, ദ ഗുഡ്നെസ് ഓഫ് എർത്ത്. ഹീ സെഡ്, ലെറ്റ് ദ ചിൽഡ്രൻ കം ടു മീ, for the kingdom of God belongs to such as these, for they never know how to hate, for they never know how to say this looks bad. ഈ കവിത കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. ഇത് ഈശോ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ആധാരമാക്കിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഹന്ന ട്രീസ റെനി എന്ന ഒരു അതുല്യ കലാകാരിയെ കവയത്രിയെ പരിചയപ്പെടുവാനായിട്ട് ഈ അടുത്ത കാലത്താണ് സാധിച്ചത്. ഹന്നയുടെ ആദ്യ കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്ത സമയം ഞാനിവിടെ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത്രയേറെ ഉൾക്കരുത്തും ഉൾക്കാമ്പുമുള്ള കവിതകൾ, അതും ഒരല്പം ബുദ്ധിമുട്ടേറിയ ആംഗലേയ സാഹിത്യത്തിൽ തന്നെ അത് ഹന്ന രചിക്കുന്നു എന്നുള്ള ആ വലിയ സന്തോഷവും ഒത്തിരിയേറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കുട്ടിയാണ് ഹന്ന. ഞാൻ ഈ കവിതകളിലൂടെ പല സമയങ്ങളിൽ കടന്നുപോയി. മനോഹരമായി ഹന്ന വിഷയമാക്കാത്ത ഒന്നും തന്നെ ഇല്ല. അവരുടെ കവിതകൾ ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടാണ്. മമ്മ മേരി എന്നുള്ള ആ പേരിലുള്ള കവിതകളിലെല്ലാം തിളങ്ങി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആ അടുപ്പവും ആ മാതൃത്വത്തിൻ്റെ ആ മഹനീയ നന്മകളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളുമാണ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും. മനുഷ്യൻ സങ്കല്പിക്കാത്ത ചിന്തിക്കാത്ത വഴികളിലൂടെയുള്ള ഹന്നയുടെ യാത്ര മനോഹരമായി അത് ഈ പുസ്തകങ്ങളുടെ പേജുകളിലേക്ക് അവൾ കോറിയിടുന്നത് അത്ഭുതത്തോടെ ചില സമയങ്ങളിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഏതായാലും ഹന്നയുടെ ഈ ആരംഭം, ഈ സീക്രഡ് എക്കോസ് എന്നുള്ള ഈ പേരിലുള്ള ഈ പുസ്തകത്തിലൂടെ അവൾ നൽകുന്ന ആ സന്ദേശങ്ങളും അവൾ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആ കവിതകളുമെല്ലാം പലപ്പോഴും സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ദിവസം അവൾ എനിക്ക് വേണ്ടി എഴുതി തന്ന മനോഹരമായൊരു കവിത ഞാൻ എപ്പോഴും എൻ്റെ ഈ മേശയുടെ പുറത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത്ര മനോഹരമായി പൗരോഹിത്യത്തെ കാണുകയും അതിൻ്റെ ആ വിലയെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഇപ്രകാരം കവിതകൾ എഴുതുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ ആണെങ്കിലും വളരെ സജീവമാണ്. കവിത എഴുതുന്നതുകൊണ്ട് അവിടെ പഠനത്തെ ഒന്നും ബാധിക്കാറൊന്നുമില്ല. ഞങ്ങളെല്ലാം വളരെ സപ്പോർട്ടീവാവുക. ഞങ്ങളുടെ കുടുംബം ശരിക്കും പ്രാർത്ഥനാധിഷ്ഠിതമായ ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഈ ബൈബിളിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലുള്ളത് ഈ കവിത എഴുതിയിട്ടുള്ളത്. അത് ചെറുപ്പത്തിലെ തന്നെ ഞാൻ അവളെ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ കൊണ്ടുപോകാനും ഒക്കെ ആണെങ്കിലും ഞാൻ കൂടുതൽ ഇതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
കൂടാതെ തന്നെ അവൾക്ക് ഈ ബൈബിള് വളരെ ചെറുപ്പത്തിലെ അവൾക്ക് ബൈബിള് ഞാൻ മേടിച്ചു കൊടുത്തു. അത് വായിക്കാനും അതിൽ കൂടുതൽ പഠിക്കാനും അവൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഈ ആധുനിക യുഗത്തിൽ പരിശുദ്ധാത്മാവ് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുവാനായി പുതിയ അപ്ഡേഷനുകൾ നടത്തുന്നത് യുവജനങ്ങളിലൂടെയാണ്. എങ്ങനെയൊക്കെ കർത്താവിൻ്റെ സുവിശേഷം ഈ കാലഘട്ടത്തിൽ പ്രലോഭനത്തിലേക്ക് വലിയ രീതിയിൽ വീഴുന്ന യുവജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പരിശുദ്ധാത്മാവ് ഈ ഹന്ന ട്രീസയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കവിതകളായി കർത്താവിൻ്റെ സുവിശേഷം മനോഹരമായി യുവജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ വാചകങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം ഇതേപോലെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷത്തിനായി പരിശുദ്ധാത്മാവ് ലോകം മുഴുവൻ ഒരുക്കുവാനായി. ഷിക്കിന ന്യൂസിനു വേണ്ടി സജി ആൻ്റണി, കോട്ടയം.